യന്തിരൻ സിനിമയില് മണി എന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ രജനീകാന്ത് അഭിനന്ദനെ പറ്റി വളരെ അഭിമാനത്തോടെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കേട്ടറിവുള്ളൂട്ടാ, അത് അറിയാം. അപ്പൊ ആ അഭിനയം അതൊന്നുകൂടി ആവർത്തിക്കാമോ? വളരെ അഭിമാനകര കാര്യമല്ലേ? കേട്ടറിവ് വെച്ച് ഞാൻ എന്റെ നാട്ടറിവ് അനുസരിച്ച് ഞാൻ ഇവിടുന്ന് എന്നെ യന്ത്രൻ സിനിമയിൽ വിളിക്കുന്നത് ശങ്കർ സാറാണ്. ശങ്കർ സാറിന്റെ ഇതിക്ക് മുമ്പ് 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്യൻ ഇതിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ. ഇവിടുന്ന് വിളിക്കുമ്പോ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടെന്ന് ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോ ആ ഫ്ലൈറ്റ് എനിക്ക് ടാറ്റ തന്നിട്ട് ബാക്കിലെ വാലും നാട്ടിട്ട് ഒറ്റ പോക്ക് പോയി. ഫ്ലൈറ്റ് പോയി, മിസ്സായി ആയാലും കുഴപ്പമില്ലായിരുന്നു, ഫ്ലൈറ്റ് മിസ്സായി പോയി. ഞാനത് അങ്ങനെ പോയി ഞാൻ എന്റെ മാനേജറെ അടുത്ത് ജോബിയുടെ അടുത്ത് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ നിവൃത്തിയില്ലാന്ന് ശങ്കർ സാറിനെ വിളിച്ചു. സാർ എനിക്ക് വരാൻ പറ്റും സാർ, தப்பா நினைச்சிடாதீங்க சார், நான் ஏர்போர்ட்ல போகும்போது எனக்கு ஃப்ளைட் மிஸ் ஆச்சு, அதனால எனக்கு வர முடியாது, ரொம்ப கஷ்டமா இருக்கு, வருத்தமா இருக்கு, தப்பா நினைச்சிடாதீங்க. அப்ப சார் வரணும் என்ன மணி சார் ஒண்ணும் அவரு அதான் அவരുടെ ஒரு எக்ஸ்പെക്ട് നമ്മുടെ ഇവിടെ அவரு പറഞ്ഞല്ല சார் பரவாயில்ல சார் ஒன்னும் கவலைப்படாதீங்க, நீங்க உங்க வண்டி இருக்குல்ல அந்த வண்டி எடுத்துட்டு நீங்க சீக்கிரமா வாங்க கோவேலிக்கு சீக்கிரம் வர, எவ்வளவு டைம் எடுத்தாலும் பரவாயில்ல, நீங்க வாங்க, உங்களை வச்சுதான் இது எடுத்துக்க முடியும், இந்த ரோல் உங்களுக்கு மட்டும் தான் தனியா எழுதி வச்சிருக்கேன். ശരി, ഞാൻ അതും ആ സല്ലാപത്തിലെ വേഷമാണ് എനിക്ക് ഗുണം ചെയ്തത്, അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് അതെ ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് മാക്സിമം എന്റെ ഡ്രൈവർ നല്ല ഡ്രൈവറാ, ഉള്ള കുഴികളിലൊക്കെ കുഴിയിട്ട് ചളുക്ക് വിളുക്ക് ജമ്പൻ ചിക്കട ചിന്നന്തരികട ചിങ്കന്തരി ശിങ്കാരിമേളം പോലെയാണ് ഗോവത്തിയത്, ശിങ്കാരിമേളം പോലെ കൂലിങ്ങി അവിടെ എത്തി കഴിഞ്ഞപ്പോ യൂറിൻ പാസ് ചെയ്യണമെന്ന് ഞാൻ സ്റ്റാൻഡേർഡിലൊന്നും പറയില്ല, മൂത്രം ഒഴിക്കുന്നു ഒഴിക്കാൻ വേണ്ടി നിന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിലും ആ കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ്. ഞാൻ അതേ സ്പീഡിലേക്ക് നേരെ ചാടി മൂത്രം മേപ്പോട്ട് തുപ്പി കളയേണ്ട അവസ്ഥയെന്ന് പറഞ്ഞ പോലെ അവിടുന്ന് ചാടി കയറി വണ്ടി വിട്, പാമ്പ് ഇവിടുന്ന് ഒരു പാമ്പ് അവിടേക്ക് ഇറങ്ങിയേക്കണം, അപ്പൊ അവിടുന്ന് വേറെ പാമ്പ് ഇങ്ങോട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ വിട്ട് ഗോവ എത്തിയപ്പോ ഒരു 5-6 കാരവൻ. ആ കാരവന്റെ അടുത്ത് മാനേജർ വന്നു പറഞ്ഞു, മണി സാർ உங்களுக்கு இந்த കാരവൻ. ഓ ശരി, കാരവൻ ആയിക്കോട്ടെ, സന്തോഷം. മേക്കപ്പ് ഒക്കെ ഇടാൻ പറഞ്ഞു, മേക്കപ്പ് ഇട്ടു, മുണ്ട കൊടുത്തും മറ്റേ ചെത്തുകാരന്റെ റോളൊക്കെ കെട്ടി വേഷം ചെയ്തു. കാരവനായി. അപ്പൊ അത് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ശങ്കർ സാറിന് വേഷം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു ചെറിയൊരു കൈ എന്റെ തോളിക്കോടെ വീണപ്പോ എന്റെ കയ്യിലൊരു വെട്ടുകത്തി, വാക്കത്തി എന്നൊക്കെ പറയില്ലേ, വെട്ടുകത്തി ഇങ്ങനെ ഇരിക്കുക, അരുവ എന്ന് പറയാന് പല നാട്ടില് പല ഭാഷയല്ല, ഇതിരിക്കുക. ഒരു കൈ ഇങ്ങോട്ട് വന്നു വിടും, ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഒരു കുഞ്ഞ് ചെറിയ കണ്ണ് വെച്ചിട്ട് ആ ചിരിയോടുകൂടി ഈ വെട്ടുകത്തി എന്റെ കയ്യിൽ നിന്ന് വീണു. വന്ന് നിൽക്കണ രജനീകാന്ത് സാറാ. അപ്പൊ ആള് പറയാ, വണക്കം മണി സാറ്, വണക്കം വണക്കം வணக்கம், உங்களை படம்லாம் நான் நிறைய பார்த்துருக்கேன், ரொம்ப பிடிக்கும், ரொம்ப சந்தோஷம். சங்கர் சார் பார்த்து பண்ணுங்க, கலாபவன் பெரிய கில்லாடிக்கு கில்லாடி, பார்த்து பண்ணுங்க, வணக்கம் சார், வணக்கம் பண்ணுங்க. എനിക്ക് ഇതൊക്കെ കേട്ടോട് ഒരു അടി മുതൽ വേണമെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വാളെടുത്ത് തന്നെ തുള്ളണ പോലെ പേടിച്ചിട്ടാണ് ഈ മനുഷ്യനൊക്കെ 16 ബസ്സും 24 ബസ്സൊക്കെ പുറംകാലും മുടക്കി പിന്നെ ടാങ്കർ ലോറിയൊക്കെ ചങ്കലിട്ടിട്ട് അവിടെ ചവിട്ടി നിർത്തുന്ന ആളാ. അതും മിണ്ടി, അതാണ് തൊള്ളി കഴിട്ടാണ്, മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഇതായി. അത് കഴിഞ്ഞപ്പോ നമ്മുടെ അതായത് സൗന്ദര്യത്തിന്റെ റാണി, ഐശ്വര്യത്തിന്റെ റാണി ഐശ്വര്യ റോയ്, ഈ പുള്ളി എന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹായ് കലാഭവൻ മണി സാർ, ഹൗ ആർ യു? ഐ ആം വെരി ഫൈൻ. I see that your movie. And which movie? Vasantiyum Lakshmiyum പിന്നെ നാനും. Very good movie. Thank you ma'am. അപ്പൊ ആള് ചോദിക്കും ചെയ്തു ആ പടത്തിന് ഇംഗ്ലീഷിൽ 10ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കണം. ഈ 10ാം ക്ലാസ് പഠിച്ച ഞാനിപ്പോ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണിന്റെ പ്രസവെടുത്ത ഡോക്ടറാ, അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ പിന്നെ ജില്ലാ കളക്ടറെ റോൾ ചെയ്തു. അല്ല പഠിക്കാത്ത ചെയ്യുന്നവനാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അന്ന് സംതിങ് ഹാപ്പൻ, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു, അതിന് അവാർഡ് കിട്ടാത്തതിന് എന്തോ പ്രോബ്ലം, അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷെ അവരൊക്കെ വാച്ച് ചെയ്യുന്നുള്ളതാണ്. അത്രയും രണ്ടും എന്റെ അടുത്ത് ഐശ്വര്യ എന്റെ ദേഹത്ത് കൈയിട്ടു.
കൈയിട്ടപ്പോ ഇത് എന്തോ എന്റെ ദേഹത്ത് വേറെ എന്തോ പെയിന്റ് അടിച്ച പോലെ തോന്നുന്നു എനിക്ക്. കാരണം ഒന്നാമതിൽ ഞാൻ ബ്ലാക്ക് ആയിട്ടിരിക്കണേ, ഈ കൈ എന്റെ ഈ ദേഹത്തോടെ വീടുമ്പോ ഞാനാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ടില്ല, എന്തോ ഒരു ഇടിവെട്ടേറ്റ പോലത്തെ ഒരു സാധനം, ഇങ്ങനെ ഒരു വെള്ള കളർ ഇവിടെ. അപ്പൊ എന്നെ തൊള്ളി കൈയിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഒരു 28 പ്രാവശ്യം സീൻ എടുത്തു. കാരണം ഞാൻ ഡയലോഗ് പറയും, ഇവര് ചിരിക്കും. ഞാൻ ഡയലോഗ് പറയും, രജനി സാറ് ചിരിക്കും. അപ്പൊ ശങ്കർ സാർ പറഞ്ഞു, മണി സാർ പരവായില്ല സാർ, അവർ ரொம்ப ரசிக்கிறாங்க, എടുത്തിട്ടും പരവായില്ല, 29-50 ടേക്ക് പോണ കൂടെ പരവായില്ല, നല്ല പണ്ണുങ്ങ. അങ്ങനെ 28 ടേക്ക് എടുത്തിട്ടാണ് ആ സീൻ ഓക്കെ ആയത്. ഞാൻ കണ്ട അതിലൊരു വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രജനി സാർ ഓടുന്ന സമയത്ത് സാറ് കാല് മടങ്ങി വീണിപ്പോ ഈ ഐശ്വര്യ റോയ് എന്ന് പറഞ്ഞ ആ ആക്ട്രസ് വണ്ടിയിൽ ഓടിപ്പോയിട്ട് കുറെ മെഡിസിൻ സാധനങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് ഈ സാറിന്റെ കാല് തിരുമ്പി കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ ഫോൺ ചെയ്ത് ഡോക്ടറെ വരുത്തിച്ച് ട്രീറ്റ്മെന്റ് നടത്തി എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അപ്പൊ ഉച്ചയ്ക്ക് ഒരു ലീവ് കിട്ടി, ആളവിടെ കിടക്കട്ടെ, നമുക്ക് പോയി നിന്ന് റെസ്റ്റ് ഒന്ന് പർച്ചേസിനൊക്കെ പോവാന്ന് പറഞ്ഞ അങ്ങോട്ട് പോകും. അല്ല, അത് അവരെ കണ്ടു പഠിക്കേണ്ട. ഈ അന്യഭാഷയിൽ പോയതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് അവിടെയാണ് ബഹുമാനം കൂടുതലെന്ന് ഈ അനുഭവം കൊണ്ട് മനസ്സിലായി. തീർച്ചയായിട്ടും 100%. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അവരുടെ ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമാനം ആർട്ടിഫിഷ്യൽ അല്ല, അത് ശരിക്കുള്ളത് നമുക്കതില്ല, നമുക്ക് ഇല്ലാന്നല്ല, ഉള്ളവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് അത് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയം പറയേണ്ടി വരും. അത് എന്താ, നമ്മള് ഉദാ 2 കുത്തിടേണ്ടി വരും.